എന്റെ എല്ലാം ബാക്കില കണ്ണനാമേ. നാട്ടുകാരെ തല്ലും മേടിച്ചിട്ട് കയ്യും പൊളിച്ചിട്ടോ നാട് വിടാൻ പോന്നോലും. നട്ടല്ലേന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാ എനിക്കെല്ലാം. എനിക്ക് ചോദിക്കാൻ പേടിയാന്നെങ്കിലേ ഓനോട് ഞാൻ പോയി ചോദിക്കാം. അതൊന്നും വേണ്ടമ്മേ. വെറുതെ കുത്തിയിരിക്കുന്ന വിടാ മുന്നീനെ പോലെ നാണില്ലാണ്ട്. എങ്ങനെപ്പാ ഇതെന്റെ വയറ്റില് ജനിച്ചു പോയി നീ? യമുന, നമ്പർ 3 യമുന. എന്താപ്പാ അല്ലോ ആരാണ് ആ തല്ലുംപിടി ഉണ്ടാക്കിയത്? നിങ്ങന്നുണ്ടായിട്ടേ തല്ലുംപിടിയാ? അതാരിപ്പാ? നമ്മ കുറച്ച് സമയം ടൗണിന്ന് മാറിക്കുമ്പോ അടിയാ. നമ്മല്ലാണ്ട് വേറെ ആരും ഉണ്ടെങ്കിലും ഗോപി. അത് തന്നെ, നമുക്ക് പിരിവ് നിർത്തിട്ട് പോയി അടിച്ചാലോ? അതന്നെ ഞാനും പറയുന്നത്. രണ്ടെണ്ണം അടിക്കണ്ടേ? ഒറ്റൊന്നാണ് തരൂ. എടാ അടി ഉണ്ടാക്കിയാൽ പോയി അടിക്കണ്ടേ? ചിലപ്പോ പ്രതിമ ഒട്ടിച്ചോണാണെങ്കിലോ? എടാ ആ വിശ്വന്റെ വീട്ടിലെ CCTV നോക്കാൻ പറഞ്ഞ് നീ നോക്കി? ഞാൻ മൂപ്പരോട് പറഞ്ഞു. മൂപ്പര് നാട്ടിലില്ല. ഇന്നോ നാളെ നാട്ടിലെത്തും. നാട്ടിലെത്തിക്കാൻ ഞാൻ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലപ്പാ, ഈ പട്ടേലിന്റെ പ്രതിമയ്ക്ക് എത്ര ലക്ഷം ഉണ്ടോ? അതൊരു 10-50 ലക്ഷം ആയിട്ടുണ്ടോ? പൈസ ഉണ്ടല്ലോ. എടാ വിദ്യല്ലേടാ? നടക്ക്. ആ വിദ്യാന്നല്ലോ. ഓനെന്താ അമ്മേനെല്ലാം കൂട്ടിട്ട് പെണ്ണ് കാണാൻ പോന്നോ? നമ്മളെ കൂട്ടാണ്ട. കൈയെല്ലാം പൊട്ടിട്ടുണ്ടല്ലോ. ചോദിക്കാം. അല്ല വിദ്യേ, നിന്റെ കൈക്കെന്നാ പറ്റിനി? എടാ നിന്നെ പെണ്ണ് കാണിക്കാൻ ഞാനല്ലേ കൊണ്ടോല്. നീ എന്താ അമ്മേനെല്ലാം കൂട്ടിട്ട്? നാട്ടുകാരെല്ലാം കൂടെ നായിനെ പോലെ ഇവരെ തല്ലുമ്പോ നിങ്ങൾ എവിടെയാ പോയി നീ? എടാ പോയിനി ഇപ്പൊ പായ്യാരും ചോദിക്കാൻ വന്നിനി. ഞാൻ എന്തായാലും എന്നോട് ചോദിക്കും. വാടാ പൊട്ടരെ പോലെ നിൽക്കാണ്ട് വാമേ. എല്ലാരും കൂടി അങ്ങോട്ട്. വിദ്യയായിട്ടാ തല്ലേ ചോദിക്കാൻ പോകുന്നു കണ്ണാന്റെ വീട്ടിലേക്ക്. കണ്ണാ, കണ്ണാ. ആ ദാ എന്റെ ചെക്കനെ തല്ലിക്കാൻ നീ ആരിടാ? ഞാൻ കണ്ണൻ കെട്ടിയെടുത്ത് നാടാൻ പറയാ. നീ ആരും എടുത്ത മജിസ്ട്രേറ്റാ? ആ മജിസ്ട്രേറ്റ്. ഓനെടുത്തേക്കൂ. നീ എന്നാ ചെയ്യുന്നത് നമുക്ക് കാണണല്ലോ. പറയട്ടാ, പിന്നെ കൂടെ എന്റെ മെറ്റൊന്ന് ഇപ്പൊ ഇറങ്ങിക്കോ, അല്ലെങ്കിൽ ഇവിടെ തല്ലടിച്ചാൻ പൊട്ടിക്കും. നിന്റെ മിറ്റത്തല്ലടാ, നിന്റെ വീട്ടിൽ കയറി ഞാൻ പറയടാ. ഓന്റെ അടി കൊള്ളാനാണ് ഈ വന്ന ചന്ദ്ര. ഓന്റെ വീട്ടിൽ കയറിയിരുന്നു. സ്വന്തം വീട്ടിൽ കയറി പിന്നെ ഞങ്ങളെ കയ്യെന്താ പാകർക്കാൻ പോകണേ? ചിലക്കാനത് കേറി നോക്കടാ. ആ അമ്മ അറിഞ്ഞോണ്ട് ഞാൻ നിർത്തി. ആരമ്മേ? നാട്ടുകാരെ മൊത്തം വിളിച്ചു കൂട്ടിട്ട് ഒരു നായിനെ തല്ലും പോലെ ഇവൻ തല്ലാൻ ഓൻ എന്ത് തെറ്റാ നിന്നോടല്ലേ ചെയ്തിനി? ആരുമില്ലാത്ത കുഞ്ഞൊന്നല്ല ഇവൻ. ഓന്റെ അച്ഛനെ പോയിട്ടു അമ്മയുടെ ഉണ്ട്. ഓ ഒരു വിട്ടാപ്പി. ചോരന്റെ കുടുംബത്തിൽ കാണിച്ചോ? തല്ലൂല്ല, കൊല്ല വേണ്ടേ? ഓൻ എന്ത് തോന്നിയ കാണിച്ചേ? ഒരു പെൺകുട്ടീനെ സ്നേഹിക്കുന്ന ഇത്ര വലിയ തെറ്റാ? സൂപ്പർ തള്ള. അതെടാ നല്ല സൂപ്പർ തള തന്നെയാന്ന്. അവര് തമ്മിൽ ഇഷ്ടാണെങ്കിലേ ഞാനത് നടത്തി കൊടുക്കും. അതിന് നിന്റെ സമ്മതം ഒന്നും ഇവിടെ ആർക്കും വേണ്ട. മോളെ ഇങ്ങോട്ട് ഇറങ്ങി വാ. നിന്നെ ഇവിടെ ആരും ഒന്നും ചെയ്യില്ല. ഏത് മോള് വാലേട്ടാ?
തീരുമാനം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏട്ടൻ എന്നെ കൊല്ലുന്നുണ്ടെങ്കിൽ കൊന്നോട്ട്. ഏടേ രാത്രി പരിപാടി ഉണ്ടായിനി. ഓരലേടെ ഓരല് നേരത്തെ പോയിനി. വാ ഞാൻ കൊണ്ടാക്കാം. വാ ഇത് കൊട്ടാ നമ്മളെയും പഠിപ്പിക്കൂ. പൈസ എന്നാ പഠിപ്പിക്കാം. നമുക്കൊക്കെ ആര് പെണ്ണ് തരാന് അല്ലേ കരുതി. രാവിലെ എണീക്കുന്നൊക്കെ നല്ലതല്ലേ? അയ്യടാ ഒന്ന് പോയാണെന്ന്. ഞാൻ ഏട്ടിക്ക് ഫോൺ കൊടുക്കുന്ന. നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യം ഓരോടൊന്നും പറയണേ. വിദ്യേട്ടൻ. വിദ്യ. ഹലോ. ഹരിത, നാളെ ആ ഭാഗത്താ ചായ കുടി. ഫ്രീ ആണെങ്കിൽ ഒരു ചായ എടുത്ത് വെയ്. ഞാൻ വന്ന് കുടിക്കും. ബാലേട്ടാ ഒരു പെണ്ണിന് വേണ്ടി കൊറേ നടന്നല്ലേ, ഓനിഷ്ടാണേ നടക്കട്ടേന്ന്. നീ ഒരിക്കലും ഉണ്ടായിരിക്കും വിദ്യേ. നിന്റെ ഏത് കാര്യത്തിലും ഞങ്ങളെ ഒന്നിച്ചുണ്ടായില്ലോ. ഇതും ഞങ്ങൾ തീരുമാനിക്കും. യമുനയാണെങ്കിലും കുഴപ്പമില്ലേനു. ഇതിപ്പോ ചേട്ടന്റെ പെങ്ങളെ തന്നെ വേണം എനിക്ക്. ആ വിദ്യ നിക്ക്. വിദ്യ നിക്ക്. എന്തിനാ ബാലേട്ടാ നിങ്ങൾക്ക് ഞാൻ പോയ എന്താ? നായെപ്പോലെ നാട്ടുകാർ എടുത്തിട്ട് തല്ലിയപ്പോ നിങ്ങളും നിങ്ങളുടെ ഈ പാർട്ടിക്കാർ എവിടെയായിരുന്നു? എന്നെ പോലെ ഒരു 100 പൊട്ടന്മാരെ നിങ്ങൾക്ക് കിട്ടും കൊണ്ടുപോയി കുണ്ടിലിടാൻ. ഒരു പാർട്ടിയും പ്രസ്ഥാനവും ഒന്നുമല്ല ഞങ്ങളുടെ കാര്യം തീരുമാനിക്കുന്നത്. 2 മനുഷ്യന്മാരും അമ്മ ഇഷ്ടമാണെങ്കിൽ അവരെ അമ്മി വേണേ കല്യാണം കഴിക്കും. നിങ്ങളെന്താ ചേച്ചി? ബാലേട്ടാ നീ ഇങ്ങോട്ട് വന്നേ. ഹരിതേ, നിന്റെ ഒറ്റൊരാളുടെ വാക്ക് കേട്ടിട്ടാ ഞാനിപ്പോ ഈടെ വന്നത്. അല്ലാതെ ഈടെ വന്ന് പെണ്ണ് വയ്ക്കാൻ പേടിച്ചിട്ടല്ല. ഞാൻ ഓളെ കല്യാണം കഴിക്കുന്നതിൽ ആർക്കും എത്ര എതിർപ്പ്? എനക്ക് എതിർപ്പുണ്ട്. ഗോപി അന്നോടെ അഭിപ്രായം ചോദിച്ചില്ല. അമ്മയ്ക്കോ? അല്ലപ്പാ പെട്ടെന്ന് ഇങ്ങനെ തീരുമാനം എടുത്തപ്പോ എനിക്കത് കേട്ടാ മതി. അമ്മ കണ്ണാ നിനക്കോ? അമ്മക്ക് എതിർപ്പില്ല, എനിക്ക് കുഴപ്പമില്ല. ഓക്കും എതിർപ്പില്ല, ഓളുടെ അമ്മയ്ക്ക് എതിർപ്പില്ല. പിന്നീട് ആർക്കാ എതിർപ്പുള്ളേ? എനക്കെതിർപ്പുണ്ട്.